പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എർത്തിൻ്റെ മാഗ്നറ്റിസവും അതുമായി ബന്ധപ്പെട്ട ചില മാഗ്നറ്റിക് എലിമെൻസും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അതായത് ചില വസ്തുക്കളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതിനടിസ്ഥാനത്തിൽ ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പേ തന്നെ ചില പ്രത്യേക ടേംസ് ആദ്യമേ തന്നെ പരിചയപ്പെട്ടിരിക്കണം. ഒന്നാമത്തെ ടേം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ബി. നമുക്കറിയാം, ഒരു മെറ്റീരിയലിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് എത്രമാത്രം ഉണ്ട് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ് ആൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ബി. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ബി എന്നുള്ള അക്ഷരം കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് പ്രസൻസ് ക്യാൻ ബി ഫെൽറ്റ്. ഇനി അടുത്ത ടേം നമുക്ക് ഇതിൻ്റെ യൂണിറ്റ് നമുക്കറിയാവുന്നതാണ്, ടെസ്ല. മറ്റൊരു യൂണിറ്റാണ് ഗോസ്. അതിൻ്റെ CGS യൂണിറ്റാണ് ഗോസ്. ആൻഡ് ദ സെക്കൻഡ് ടേം ഈസ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. മാഗ്നറ്റൈസിങ് ഫീൽഡ്, ദാറ്റ് ഈസ് H, ക്യാപിറ്റൽ H. മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ കയ്യിലൊരു സോഫ്റ്റ് അയൺ പീസാണ് ഉള്ളത്. അതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഈ സോഫ്റ്റ് അയൺ പീസ് ഒരു മാഗ്നറ്റായിട്ട് മാറുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ എക്സ്റ്റേണൽ മാഗ്നറ്റാണ് സോഫ്റ്റ് അയൺ പീസിനെ മാഗ്നറ്റാക്കി മാറ്റിയത്. അപ്പോൾ ഒരു വസ്തുവിനെ, ഒരു സ്പെസിമനെ മാഗ്നറ്റാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഈ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. It is the external magnetic field which is used for making a specimen into a magnet. അപ്പോൾ അതൊരു മറ്റൊരു കാന്തത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ ഒരു ഇരുമ്പിൻ്റെ ആണി ഒരു കാന്തമായി മാറും. അപ്പോൾ ഈ ആദ്യത്തെ കാന്തത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഇരുമ്പിൻ്റെ ആണിക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നു. ഈ ഇരുമ്പിൻ്റെ ആണിക്ക് ഒരു മൊട്ടുസൂചിയെ മാഗ്നറ്റാക്കി മാറ്റി അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ ആണിയുടെ മാഗ്നറ്റിക് ഫീൽഡാണ് അവിടുത്തെ മൊട്ടുസൂചിയുടെ സംബന്ധിച്ചിടത്തോളമുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ ഒരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് പറയാം. അതെപ്പോഴും ഒരു മാഗ്നറ്റ് വെച്ചുകൊണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഒരു സോളിനോയിഡിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. സോളിനോയിഡിൻ്റെ അകത്തൊരു സോഫ്റ്റ് അയൺ കോർ വെക്കുകയാണെങ്കിൽ ആ സോഫ്റ്റ് അയൺ കോർ ഒരു മാഗ്നറ്റായിട്ട് മാറുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ മാഗ്നറ്റൈസിങ് ഫീൽഡ്? സോളിനോയിഡിൽ കൂടി കറണ്ട് കടന്നു പോയപ്പോൾ അതിനകത്ത് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് സോഫ്റ്റ് അയൺ, അതിനകത്ത് വെച്ച സോഫ്റ്റ് അയൺ കോറിനെ മാഗ്നറ്റാക്കി മാറ്റിയത്. അപ്പോൾ സോളിനോയിഡിൽ കൂടിയുള്ള കറണ്ട് കാരണം ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, B = μ0 Ni. അതാണ് എന്ത് ചെയ്തത്? ഇവിടുത്തെ മാഗ്നറ്റൈസിങ് ഫീൽഡായിട്ട് മാറിയത്. സോ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഈസ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് എ സ്പെസിമെൻ ഇൻ ടു എ മാഗ്നറ്റ്. ആൻഡ് ദ തേർഡ് ടേം ഈസ് permeability. Permeability mu. പെർമിയബിലിറ്റി നമ്മൾ പലതവണ പെർമിയബിലിറ്റി എന്നുള്ള വാക്ക് പഠിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പെർമിയബിലിറ്റി mu is equal to, it is the ratio of magnetic field and magnetizing field. മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റൈസിങ് ഫീൽഡും തമ്മിലുള്ള റേഷ്യോ ആണ് പെർമിയബിലിറ്റി. ഇതൊരു മീഡിയം ഉണ്ടെങ്കിൽ മാത്രമാണ്, മീഡിയം ഇല്ലെങ്കിൽ അത് μ0 = B0/H എന്ന് വരും. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അതായത് മാഗ്നറ്റൈസിങ് ഫീൽഡാണ് ഒരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കാൻ ഉപയോഗിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതിന് കിട്ടിയ ഫീൽഡ്. അപ്പോൾ കൊടുത്തതും അല്ലെങ്കിൽ കിട്ടിയതും കൊടുത്തതും തമ്മിലുള്ള റേഷ്യോ എന്ന് വെച്ചാലോ, ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡ് വെക്കുമ്പോൾ എത്രമാത്രം അതിനെ മാഗ്നറ്റാക്കി മാറ്റാൻ പറ്റുന്നു, എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അതിന് കടത്തി വിടാൻ സാധിക്കുന്നു എന്നുള്ളതിൻ്റെ മെഷർമെൻ്റാണ് പെർമിയബിലിറ്റി. അതായത് ഒരു വസ്തുവിനെ എത്രമാത്രം കാന്തമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ മെഷർമെൻ്റാണ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ യൂണിറ്റൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് B is equal to mu into H എന്ന് പറയാം. ദാറ്റ് ഈസ് mu equal to μ0 into μr into H if there is a medium. മീഡിയം ഇല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് B0 equal to μ0 into H എന്നും പറയാം. ഓക്കെ. The next term is
intensity of magnetization. Intensity of magnetization, capital M. Capital M. ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ പറയുമ്പോൾ നമ്മൾ ആദ്യം അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ ആറ്റത്തിനകത്തും ഇൻഡിവിജ്വൽ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഉണ്ട്. കാരണം ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് കാരണം ഉണ്ടാവുന്ന കറണ്ട് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് ആണ് ഇതിന് റീസൺ. ഇത് റാൻഡമായിട്ട് അലൈൻ ചെയ്തിരിക്കും. അതുകൊണ്ട് സാധാരണ കേസിൽ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും. അങ്ങനെയാണ് അറ്റോമിക് തിയറി ഓഫ് മാഗ്നറ്റിസം പോകുന്നത്. അപ്പോൾ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെക്കുമ്പോൾ എത്രമാത്രം അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ, അല്ലെങ്കിൽ വെറുതെ മാഗ്നറ്റൈസേഷൻ എന്നും പറയും. മാഗ്നറ്റൈസേഷൻ ക്യാപിറ്റൽ M is equal to small m by volume. That is magnetic moments developed within unit volume. That is the strength of intensity of magnetization. ഓക്കെ, അത് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ചായിരിക്കും. എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുമ്പോൾ എത്ര മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻ ചെയ്ത് അതിനെ ഒരു മാഗ്നറ്റാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റ്സ് പെർ യൂണിറ്റ് വോളിയം ഈസ് നോൺ ആസ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. നമുക്കതിനെ മറ്റൊരു തരത്തിൽ എഴുതാം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 2L into P ആണ്. ഒരു ഡൈപോളിനെ സംബന്ധിച്ചിടത്തോളം 2Lp ആണ്. ഡിവൈഡ് ബൈ വോളിയം എന്നുള്ളത് നമുക്ക് ഒരു ചതുരക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൈപോളൊക്കെ ബാർ മാഗ്നറ്റൊക്കെ ആണെങ്കിൽ ലെങ്ത്തിന് നമ്മൾ 2L എന്നാണ് പറയുക, ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം. ലെങ്ത് നമ്മൾ 2L എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ 2L കട്ട് ചെയ്തിട്ട് വി വിൽ ഗെറ്റ് ദറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു പോൾ സ്ട്രെങ്ത് പെർ ഏരിയ. ഓക്കെ, ആൻഡ് ദ യൂണിറ്റ് വിൽ ബി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ആംപിയർ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആംപിയർ പെർ മീറ്റർ സ്ക്വയർ, സോറി മാഗ്നറ്റിക് മൊമെൻറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. അപ്പോൾ ആംപിയർ മീറ്റർ റേസ് ടു -1 ആണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ്റെ യൂണിറ്റ് വരിക. ഡയമെൻഷണൽ ഫോമുല, ആംപിയറിൻ്റെ ഡയമെൻഷണൽ ഫോമുല നമ്മൾ A എന്നാണ് എഴുതുക. മീറ്ററിൻ്റെത് L എന്നാണ്, L റേസ് ടു -1 എന്നാണ് ഡയമെൻഷണൽ ഫോമുല എഴുതുക. ഓക്കെ, so that is intensity of magnetization. And the next term is susceptibility. Susceptibility. അത് അതിൻ്റെ ഡിനോട്ടേഷൻ കൈ എന്നാണ്. ഇങ്ങനെയാണ് അത് എഴുതുക. എക്സ് കുറച്ച് വലുതായിട്ട് കൈ എന്നാണ് സസെപ്റ്റിബിലിറ്റി എഴുതുക. കൈ ഈസ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. M and H. M by H is known as കൈ. കൈയും ഈ നമ്മൾ പെർമിയബിലിറ്റി പറഞ്ഞതുപോലെ തന്നെ എത്രമാത്രം ഒരു വസ്തുവിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ മെഷർമെൻറ്റാണ് സസെപ്റ്റിബിലിറ്റിയും പറയുന്നത്. ഇതിൽ എമ്മിനും എച്ചിനും ഒരേ യൂണിറ്റും ഡയമെൻഷണൽ ഫോമുലയും ആയതുകൊണ്ട് സസെപ്റ്റിബിലിറ്റി ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണെന്നും കൂടി ഓർമ്മിക്കുക. Unitless, it is a unitless dimensionless quantity. Okay, so these are the 5 terms we have to remember. First one is magnetic field, second one is magnetizing field, that is external magnetic field which is used for making a thing into a magnet, and permeability, it is a ratio of magnetic field and magnetizing field. The next term is intensity of magnetization, that means it is a ratio of magnetic moments developed within unit volume, M by V, or it is also equal to pole strength per unit area. Okay, and the last term is susceptibility. Chi is the ratio of intensity of magnetization to magnetizing field. അപ്പം ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് മെറ്റീരിയൽസിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. So classification of materials according to their magnetic properties. നിങ്ങൾക്കിത് കെമിസ്ട്രിയിലും പഠിക്കാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയാലും നമുക്കിതിവിടെ ഡിസ്കസ് ചെയ്യാം. Materials are mainly classified into 3 according to their magnetic properties, and they are diamagnetic materials, paramagnetic materials, and ferromagnetic materials. Diamagnetic,
പാരാമാഗ്നറ്റിക് ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. എനിക്ക് തോന്നുന്നു കെമിസ്ട്രിയിൽ 5 ആയിട്ടൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മൾ ബ്രോഡായിട്ട് 3 തരത്തിൽ മാത്രമേ ക്ലാസിഫൈ ചെയ്യുന്നുള്ളൂ. സോ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ വളരെ കുറഞ്ഞ മെറ്റീരിയൽസാണ് ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ കുറേശ്ശെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഫെറോമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി ഓരോരോ പ്രോപ്പർട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ ബിഹേവ് ചെയ്യുന്നത്, ഓരോ വസ്തുവിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. ഒന്നാമത്, ഈ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിലെ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ്, നമ്മൾ ഒരു മെറ്റീരിയലിൽ റാൻഡമായിട്ട് അലൈൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. സാധാരണ ഒരു മെറ്റീരിയലിൽ അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് റാൻഡമായിട്ട് അലൈൻ ചെയ്യുന്നു. അതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെച്ചാൽ ഹൗ വിൽ ബി ദേ അറേഞ്ച്ഡ്? ദേ വിൽ ബി അറേഞ്ച്ഡ് ഇൻ എ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ടു ദ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അറ്റോമിക് magnetic moments will be arranged in a perpendicular direction to the magnetic field, whereas the paramagnetic materials, the atomic magnetic moments will be arranged in the direction of the magnetic field, and ferromagnetic materials also, the atomic magnetic moments will be arranged in the direction of magnetic field. That is the first property. Second one is, when a material is placed in an external non-uniform magnetic field, how will they behave? Non-uniform magnetic field എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് NS, ഇതിന് ചുറ്റുപാടുമുള്ളത് ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. അതായത് ഈ പോൾസിനടുത്തൊക്കെ സ്ട്രെങ്ത് കൂടുതലാണ്, അതിൽ നിന്ന് അകന്നു പോകുന്നിടത്തൊക്കെ സ്ട്രെങ്ത് കുറവാണ്. അപ്പോൾ ഇത് യൂണിഫോം സ്ട്രെങ്ത് അല്ല ഇതിന് ചുറ്റുമുള്ളത്. അതാണ് നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സ്ട്രെങ്ത് കൂടുതലും ഇവിടെ സ്ട്രെങ്ത് കുറവാണ്, അടുത്തേക്ക് വരുമ്പോൾ കൂടി വരുന്നു. സോ ദിസ് ഈസ് എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇങ്ങനെയുള്ള ഒരു നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഈ പറഞ്ഞ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെക്കുകയാണെങ്കിൽ ദേ വിൽ ഷോ എ വീക്ക് റിപ്പൽഷൻ ഓർ ദേ വിൽ മൂവ് എവേ ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. അകന്നു പോകാനാണ് ശ്രമിക്കുക. അതേസമയം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ദേ വിൽ ഷോ എ വീക്ക് അട്രാക്ഷൻ, കുറേശ്ശെ അടുത്ത് വരാനാണ് ശ്രമിക്കുക. അതേസമയം ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ ദേ വിൽ ഷോ എ സ്ട്രോങ് അട്രാക്ഷൻ ടുവേർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്. സോ ദിസ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറ്റോമിക് തിയറിയുടെ കേസിൽ പറഞ്ഞിരുന്നു, വെൻ എ മാഗ്നറ്റ് ഈസ് ഹീറ്റഡ് ഇറ്റ്സ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ ബി ലോസ്റ്റ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു, കാരണം എല്ലാ ആറ്റംസും റാൻഡംലി അറേഞ്ച്ഡ് ആവുന്നു. ഇങ്ങനെ അലൈൻ ചെയ്ത അറേഞ്ച്മെൻറ്റൊക്കെ പോയിട്ട് ഇതുപോലെ റാൻഡമായിട്ട് മാറിയിട്ട് കൂടുതൽ എനർജി കിട്ടുന്നതുകൊണ്ട് റാൻഡമായി മാറി അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ടെമ്പറേച്ചറിനോട് റിയാക്ട് ചെയ്യുന്നത്? അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാൻ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും ഇല്ല. അപ്പോൾ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. എന്തെങ്കിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലല്ലേ നഷ്ടപ്പെടാനുള്ളൂ. ഓൾറെഡി അത് റാൻഡമാണ്, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ പിന്നെ അത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. അതേസമയം പാരാമാഗ്നറ്റിന് കുറേശ്ശെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സോ വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ ബി ഡിസ്ട്രോയിഡ്. ആൻഡ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ ബി ലോസ്റ്റ്. സോ ദിസ് ഈസ് ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ഇത് ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. അതേസമയം പാരാമാഗ്നറ്റിക്കും ഫെറോമാഗ്നറ്റിക്കും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ആൻഡ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ changes into a paramagnetic material is called Curie temperature. Curie temperature. എന്താണ് Curie temperature? The temperature at which a ferromagnetic material changes or converts into a paramagnetic material is known as a Curie temperature. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ ചൂടാക്കി അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അത് പാരാമാഗ്നറ്റിക്, വീക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള പാരാമാഗ്നറ്റിക്കായി മാറുന്ന ആ പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ Curie ടെമ്പറേച്ചർ എന്ന് പറയാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി പെർമിയബിലിറ്റിയുടെ കാര്യം. മ്യൂ. ഈ ഡയാമാഗ്നറ്റിക്കിൻ്റെ കേസിൽ പെർമിയബിലിറ്റി മ്യൂ വിൽ ബി ലെസ് ദാൻ 1, ആൻഡ് ഫോർ എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ഇറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ 1,
and mu slightly greater than 1, and for a ferromagnetic material mu will be approximately equal to 100 or 100 to 1000. ഇത്രയും ഹൈ വാല്യൂ ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് പെർമിയബിലിറ്റി വരിക. അതേമാതിരി സസെപ്റ്റിബിലിറ്റിയുടെ കാര്യം, ഡയോമാഗ്നറ്റിക്കിന് സ്മോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. സസെപ്റ്റിബിലിറ്റി ഇതിന് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പാരാമാഗ്നറ്റിന് സ്മോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും വരിക, സ്മോൾ പോസിറ്റീവ് സസെപ്റ്റിബിലിറ്റിയുടെ വാല്യൂ. അതേസമയം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന് ഹൈ പോസിറ്റീവ് വാല്യൂ ആണ് വരിക, ഹൈ പോസിറ്റീവ്. ഓക്കെ, സോ സസെപ്റ്റിബിലിറ്റിയും പെർമിയബിലിറ്റിയും ഇങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തി വിടുന്നത്, ഓരോ മെറ്റീരിയലും എങ്ങനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തി വിടുന്നത്? ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി എക്സ്പെൽഡ് ഫ്രം ദം. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ അത് കടത്തി വിടുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉള്ള സ്ഥലത്ത് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി കമ്മിങ് ഔട്ട് ഓർ ഗോയിങ് എറൗണ്ട് ദ മെറ്റീരിയൽ. ഇങ്ങനെ അതിനെ ചുറ്റി പോവുകയല്ലാതെ അതിൻ്റെ അകത്തൂടെ കയറി പോവില്ല. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി എക്സ്പെൽഡ് ഫ്രം ദ മെറ്റീരിയൽ. ദിസ് ഈസ് ദ കേസ് ഓഫ് എ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. വെറാസ് ഇൻ ദ കേസ് ഓഫ് എ പാരാമാഗ്നറ്റിക് ഓർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഇവിടെ വയ്ക്കാം. പാരാമാഗ്നറ്റിക്കിൻ്റെ കേസിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി ഗോയിങ് ത്രൂ ദ മെറ്റീരിയൽ. ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകും. പക്ഷെ മുഴുവനും പോകുന്നുണ്ടാവില്ല, കുറച്ചൊക്കെ ഇതിൻ്റെ പുറത്തുകൂടിയും പോകുന്നുണ്ടാവും. നമ്മൾ പറഞ്ഞു കുറേശ്ശെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണ് പാരാമാഗ്നറ്റിക്, അപ്പോൾ കുറേ അതിൻ്റെ അകത്തൂടെ കടന്നു പോകും. അതേസമയം ഒരു ഫെറോമാഗ്നറ്റിക്കിൻ്റെ മെറ്റീരിയലിൻ്റെ കേസിലാണെങ്കിൽ ഓൾ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഓൾ ദ ഫീൽഡ് ലൈൻസ് വിൽ ബി പാസിങ് ത്രൂ ദ മെറ്റീരിയൽ. അപ്പോൾ എല്ലാം അതിൻ്റെ അകത്തൂടെ കടന്നു പോകും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ബി പാസിങ് ത്രൂ ദ മെറ്റീരിയൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം അതിൻ്റെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏതാണ് ഇത് മെറ്റീരിയൽ എന്ന്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കംപ്ലീറ്റ്ലി പുറത്താണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക്കും, കുറേ കടന്നു പോവുകയാണെങ്കിൽ പാരാമാഗ്നറ്റിക്കും, കംപ്ലീറ്റ്ലി ഉള്ളിൽ കൂടിയാണെങ്കിൽ അത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലും ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഡയാമാഗ്നറ്റിക്കിൻ്റെ എക്സാമ്പിൾസ് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിപ്പൾഷൻ കാണിക്കുന്ന അല്ലെങ്കിൽ തീരെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്തവയാണ്. ഒന്ന് കോപ്പർ, പിന്നെ നമുക്ക് പറയാം വാട്ടർ. വാട്ടർ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. പിന്നെ ആൻറ്റിമണി, ബിസ്മത്ത്, ഇതുപോലെയുള്ളതൊക്കെ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഓക്കെ, ഇനി പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾസാണ് അലുമിനിയം, പ്ലാറ്റിനം, സോഡിയം, മാംഗനീസ് മുതലായവയൊക്കെ പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾസാണ്. ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ. സ്റ്റീലും നമ്മൾ പറയും ദാറ്റ് ഈസ് ആൻ അലോയ്. അയൺ, കൊബാൾട്ട്, നിക്കൽ ആർ ദ മോസ്റ്റ് ജനറൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. ഒരു 3-4 പ്രോപ്പർട്ടീസ് മൂന്നിൻ്റെയും പഠിച്ചു വെക്കുക, അതുപോലെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഒക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഫീൽഡാണ് ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് മറ്റൊരു കാര്യം പഠിക്കാനുള്ളത്, നേരത്തെ പറഞ്ഞു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിടുന്നില്ല, അതിനെ എക്സ്പെൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയാമാഗ്നറ്റിസം കാണിക്കുന്ന ഒരു കണ്ടീഷനാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി. സൂപ്പർ കണ്ടക്ടിവിറ്റി അതായത് സൂപ്പർ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ് ഷോ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിസം. എന്താണ് സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫോർ മെറ്റൽസ്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദെയർ റെസിസ്റ്റൻസ് ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ തിരിച്ചു പറയുകയാണെങ്കിൽ വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് ദെയർ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ, മെറ്റൽസിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. എത്ര വരെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും? തിയററ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ലീസ്റ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് 0 ആണ്. അതായത് -273 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 0 കെൽവിൻ. ദാറ്റ് ഈസ് ദ ലോവസ്റ്റ് പോസിബിൾ ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് അവിടം വരെ എത്തിച്ചു എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എവിടം വരെ കുറയണം? ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞു വരണമല്ലോ. അപ്പോൾ ടെമ്പറേച്ചർ ഏറ്റവും മിനിമം വാല്യൂ എത്തുമ്പോൾ റെസിസ്റ്റൻസ് 0 ആവണം. സോ ദാറ്റ്
പോസിബിലിറ്റി ഓർ ദാറ്റ് ഫിനോമിന ഈസ് നോൺ ആസ് സൂപ്പർ കണ്ടക്ടിവിറ്റി. എന്താണ് പ്രത്യേകത? റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ നമുക്കറിയാം I is equal to V/R ആണ്. R 0 ആവുകയാണെങ്കിൽ കറണ്ട് എന്താവും? ഇൻഫിനിറ്റി ആവും. അല്ലെങ്കിൽ മാക്സിമം കറണ്ട്, ആ വാല്യൂ വെച്ചിട്ട് എത്താൻ പറ്റുന്ന മാക്സിമം, ആ വോൾട്ടേജ് വെച്ചിട്ട് എത്താൻ പറ്റുന്ന മാക്സിമം കറണ്ടിലേക്ക് അത് എത്താൻ പറ്റും. അപ്പം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? ഹീറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, H is equal to I²RT അല്ലേ? അപ്പം കറണ്ട് മാക്സിമം ആവുകയും ചെയ്യുന്നു, ഹീറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ഹീറ്റ് ലോസ് ഇല്ലാതെ മാക്സിമം R 0 ആയതുകൊണ്ടാണ് പറയുന്നത്, R 0 ആയതുകൊണ്ടാണ് H 0 ആവുന്നത്. അപ്പം റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് ഹീറ്റ് ലോസ് ഉണ്ടാവുന്നില്ല, മാക്സിമം കറണ്ട് കടന്നു വിടാൻ പറ്റുന്ന ഈ അവസ്ഥയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അപ്പം നമ്മൾ പറയുന്നത് ഇവിടെ സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജ് ദേ ബിഹേവ് ലൈക്ക് എ പെർഫെക്റ്റ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. അതായത് സാധാരണ ഒരു അയൺ പീസ് സാധാരണ ടെമ്പറേച്ചറിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടുന്നു. അതേസമയം അതിനെ തണുപ്പിച്ച് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ കടത്തിവിടില്ല. ദേ ഷോ എ റിപ്പൾഷൻ. ഇത് ഒരുപാട് ടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ ഉള്ളതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി പ്രത്യേകിച്ചും. കാരണം ഇത്രയും ഹീറ്റ് ലോസ് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് കറണ്ട് കടത്തിവിടാൻ പറ്റുക എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിന് പുറമെ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിനുകൾ, മാഗ്ലവ് എന്ന് പറയുന്ന ട്രെയിനുകൾ ഈ സൂപ്പർ കണ്ടക്ടിവിറ്റിയുടെ പ്രിൻസിപ്പിളാണ് ഉപയോഗിക്കുന്നത്. പാളത്തിൽ തൊടാതെ, അതായത് റിപ്പൽഷൻ വന്നിട്ട് പാളവും ചക്രവും തമ്മിൽ തൊടാതെ സത്യം പറഞ്ഞാൽ പറക്കുകയാണ്, നിലം തൊടാതെ പോവുകയാണ്. അപ്പം ഏറ്റവും ഹൈ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളാണ് മാഗ്ലവ് ട്രെയിനുകൾ. നിങ്ങളതിനെപ്പറ്റി കൂടുതൽ റെഫർ ചെയ്ത് കൂടുതൽ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് ക്യൂറീസ് ലോ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് പറയാനുള്ളത്, ക്യൂറീസ് ലോ മാഗ്നറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. Magnetization, intensity of magnetization is directly proportional to applied magnetic field and inversely proportional to the absolute temperature. ഇതിനെയാണ് ക്യൂറീസ് ലോ എന്ന് പറയാം. ഇതൊന്ന് പഠിച്ചു വെക്കണം. Magnetization is directly proportional to applied magnetic field and inversely proportional to temperature. നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡ് പുറമേ നിന്ന് കൊടുത്തു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അകത്ത് മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്തിട്ട് അലൈൻ ചെയ്യുക അല്ലേ. കൂടുതൽ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്താൽ അതെല്ലാം വരിയായിട്ട് അലൈൻ ചെയ്തിട്ട് അതിന് നല്ല മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകും. അതേസമയം സ്ട്രെങ്ത് കുറവാണെങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ അളവ് കുറവായിരിക്കും. അതേപോലെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റ് റാൻഡമായി പോവും, അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആൻഡ് ദർ ഇസ് എ കോൺസ്റ്റൻറ്റ് M is equal to C B0 എന്നാണ് പറയുക, B0/T, and where C is known as the Curie constant. ഓക്കെ, അപ്പം ക്യൂറീസ് ലോയും ക്യൂറി ടെമ്പറേച്ചറും ഓർമ്മിക്കുക. ക്യൂറി ടെമ്പറേച്ചർ ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ചേഞ്ചസ് ഇൻ ടു എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ഒരു കാര്യം കൂടി നമുക്കിതിൽ പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി. റിലേഷൻ ബിറ്റ്വീൻ മ്യൂ ആൻഡ് കൈ, പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ. നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, നമ്മുടെ കയ്യിലൊരു സോളിനോയിഡ് ഉണ്ട്. ഈ സോളിനോയിഡിൽ കൂടെ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമുക്കറിയാം μ = μ0 Ni. ഓക്കെ, ഇതിനകത്തൊരു സോഫ്റ്റ് അയൺ കോർ വെച്ചേക്കാണ്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോർ ഇപ്പോൾ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയാണ്. വെറും അയൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. കറണ്ട് കടന്നു പോയപ്പോൾ ഇതിനകത്തുണ്ടായ ഡെവലപ്പ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ സോഫ്റ്റ് അയൺ ഒരു മാഗ്നറ്റായി മാറുന്നു. അപ്പോൾ ഈ കറണ്ട് കാരണം ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ മാഗ്നറ്റൈസിങ് ഫീൽഡ് എന്ന് ആയി മാറുന്നത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചേർന്നുള്ളതാണ്. ഇതിന് ചുറ്റുമുള്ള ഈ പ്രദേശത്തുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് B0 + Bm. എന്താണ് B0? ഈ സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമല്ലോ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് B0. അതായത് കറണ്ട് കാരണം മാത്രം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. Bm എന്താണ്? ഇത് വെച്ചപ്പം സോഫ്റ്റ് അയൺ കോർ വെച്ചപ്പം ആ സോഫ്റ്റ് അയൺ കോർ ഒരു മാഗ്നറ്റായി, അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ മാത്രമുള്ളതാണ് Bm.
ഓക്കെ, അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡാണ് B = B0 + Bm. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ B0ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോവാണ്. B0 = μ0 × H ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് B/H = μ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം B0 = μ0 × H + Bm ഇതിന് പകരം നമ്മൾ μ0m എന്ന് കൊടുക്കുകയാണ്. μ0m കാരണം മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടത് കൊണ്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡാണ് BM, സോഫ്റ്റ് ആൻഡ് കോറിൻ്റെയാണ്. അത് അതിൻ്റെ മാഗ്നറ്റൈസേഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷനുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 × കോമൺ ഫാക്ടർ H + M. ഇനി എമ്മിന് നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. M = chi_h, കാരണം chi = m/h ആയിരുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 × H പ്ലസ് എമ്മിന് chi_h. H കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കാം. μ0 H × 1 + chi. ദാറ്റ് ഈസ് B. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഇതൊക്കെ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത് ഇതിനകത്തൊരു കോർ വെച്ചപ്പോഴാണ്. ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് പറയാം, ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് പറയാം B = μ × H ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 × μr × H. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇങ്ങനെയൊന്നും പറയാതെ B = μ × H, ദാറ്റ് ഈസ് μ0 μr ആയതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്താൽ, ഇക്വേഷൻ 1 ഉം 2 ഉം കൂടെ കമ്പയർ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ രണ്ടിനും B ആണ്, റൈറ്റ് സൈഡിൽ μ0 ഉണ്ട്, H ഉണ്ട്. അപ്പോൾ ബാക്കി μrൻ്റെ സ്ഥലത്താണ് 1 + chi. So μr = 1 + chi. So this is the relation between relative permeability and susceptibility. Relative permeability is 1 greater than susceptibility chi. Okay, so these are the things for studying for today. നമ്മൾ പഠിച്ചത് കുറച്ച് ടേംസ് പഠിച്ചു. മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റൈസിങ് ഫീൽഡ്, പെർമിയബിലിറ്റി, സസെപ്റ്റിബിലിറ്റി, ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്നിങ്ങനെയുള്ള ടേംസ് പഠിച്ചു. പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും, റിലേറ്റീവ് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. അതോടൊപ്പം വസ്തുക്കളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അതിൻ്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അതോടൊപ്പം ക്യൂറി ടെമ്പറേച്ചറും ക്യൂറീസ് ലോയും കൂടിയാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ.